ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തി. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 2ാം വാരത്തിലെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തിയേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തയാഴ്ച കേരളത്തിലെത്തും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. കത്തിനശിച്ച ഇരുചക്രവാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേയുടെ നീക്കം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഊട്ടുപുരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സജ്ജമാകുന്നത് 4000 പേർക്ക് ഒരേ സമയം കഴിക്കാനാകുന്ന ഭക്ഷണശാല. ജനങ്ങൾക്ക് ദുരിതമായി മുക്കാട്ടുകര നായരങ്ങാടി ബെത്ലഹേം റോഡ്. പൈപ്പ് ലൈനിടാൻ റോഡിന്റെ മധ്യഭാഗം വെട്ടിപ്പൊളിച്ചതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. വെറ്റിലപ്പാറയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർന്നു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് രാജിവെച്ചു. KPCCയുടെ ഇടപെടലിനെ തുടർന്നാണ് രാജി. വാർത്തകൾ വിശദമായി. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ മോഷണം. അക്കാദമി ക്യാമ്പസിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തി. ഡിസംബർ 27നും ജനുവരി 2നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു. അക്കാദമിയിലെ വിജനമായ പ്രദേശത്തെ ചന്ദനമരങ്ങളാണ് മുറിച്ചുകടത്തിയത്. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തു. രാജവൃക്ഷങ്ങളുള്ള അക്കാദമിയിൽ കർശന കാവൽ വേണമെന്ന് പ്രത്യേക സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പ്രത്യേക പട്രോളിംഗ് ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകി. തൃശൂർ സ്വരാജ് റൌണ്ടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ കവർച്ച. കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിനോട് ചേർന്ന് ഭക്തപ്രിയം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കവർച്ച. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. 15000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് നിഗമനം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ കൌണ്ടറും മേശയും തകർത്തുവെങ്കിലും ഇവിടെ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടില്ല. ജില്ലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ചകൾ പതിവാവുകയാണ്. നന്ദിപുലം കിഴക്കേ കുമരംചിറ ക്ഷേത്രത്തിൽ തുടർച്ചയായി നടന്ന കവർച്ചകളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാമജപയാത്ര നടത്തി. മാതൃസമിതി പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി, സെക്രട്ടറി ബിനിത, പഞ്ചായത്ത് മെമ്പർ ഷീബ സന്ദീപ്, കുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് A. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി ഏപ്രിൽ 2ാം വാരത്തോടെ നടന്നേക്കും. മെയ് 7ന് മുൻപായി കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച പ്രാഥമിക വിലയിരുത്തലിനായി 5 സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തി. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ സിഇഒമാരാണ് ചർച്ചയ്ക്കെത്തിയത്. ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മാനദണ്ഡമനുസരിച്ചുള്ള കേന്ദ്രസേനയെ അനുവദിക്കണമെന്ന് കേരളത്തിന്റെ സിഇഒ രത്തൻ യു ഖേൽക്കർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തയാഴ്ച കേരളത്തിലെത്തും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച ഇരുചക്രവാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കവുമായി റെയിൽവേ. കരാറുകാർക്കാണ് പാർക്കിംഗിന്റെ ഉത്തരവാദിത്തമെന്ന് റെയിൽവേ സംഭവ ദിവസം നിലപാടെടുത്തിരുന്നെങ്കിലും കനത്ത പ്രതിഷേധമുയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ റെയിൽവേ അധികൃതർ ഇടപെടുമെന്നാണ് സൂചന. ഉപഭോക്തൃ കോടതിയിൽ ഉൾപ്പെടെ പരാതി നൽകി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ടു വീലേഴ്സ് അസോസിയേഷൻ സംഘടനകളും രംഗത്തിറങ്ങും.
തീപിടുത്തത്തിൽ 400ഓളം വാഹനങ്ങളാണ് കത്തിനശിച്ചത്. തീ ആദ്യം കണ്ട സ്ഥലത്ത് ജീവനക്കാരുടെ പരിചയക്കുറവാണ് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ ഇടയാക്കിയത് എന്നാണ് വിലയിരുത്തൽ. തീ പടർന്നത് കണ്ട് ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ പ്രവർത്തിപ്പിക്കാതെ ബക്കറ്റിൽ വെള്ളമെടുത്ത് അണയ്ക്കാനാണ് ആദ്യം ശ്രമിച്ചത് എന്നാണ് വിലയിരുത്തൽ. കത്തിയമർന്ന ഇരുചക്രവാഹനങ്ങളുടെ വിവരശേഖരണത്തിന് റെയിൽവേയും വെസ്റ്റ് പോലീസും സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ച ശേഷമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. തീപിടുത്തം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് കൈമാറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള ഊട്ടുശാലയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സജ്ജമാകുന്നത് 4000 പേരെ ഒരേ സമയം ഊട്ടാനാകുന്ന ഭോജനശാല. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് മുൻവശത്ത് 2 പന്തലുകളിലായി 1,00,000 ചതുരശ്രടി വിസ്തീർണത്തിലാണ് ഭോജനശാല ഒരുങ്ങുന്നത്. സമീപത്തായി 10,000 ചതുരശ്രടിയിൽ പാചകപ്പുരയും 5,000 ചതുരശ്രടിയിൽ കലവറയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ തൂണുകൾ ഇല്ലാത്ത വിശാലമായ പന്തലാണ് ഊട്ടുശാലയ്ക്കായി ഒരുക്കുന്നത്. കാറ്റും മഴയും ചൂടും ബാധിക്കാത്ത സവിശേഷ രീതിയിലുള്ള നിർമ്മാണമാണ് പന്തലുകളുടേത്. PWD A ക്ലാസ് കരാറുകാരനും 45 വർഷമായി പന്തൽ നിർമ്മാണ രംഗത്തുള്ളയാളുമായ തിരുവനന്തപുരം വെള്ളയമ്പലം സ്വദേശി V വിജയകുമാറിന്റെ നേതൃത്വത്തിൽ മകളും സിവിൽ എഞ്ചിനീയറുമായ ഗ്രീഷ്മയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. പിന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അകത്താണ് കലവറ, എല്ലാ സജ്ജീകരണങ്ങളും അതിനകത്താണ്. ജർമ്മൻ പന്തലിൽ 4000 പേര് ഒരു സ്റ്റെപ്പിലിരുന്ന് ആഹാരം കഴിക്കും ഒരേ സമയത്ത്. 132 അടിക്ക് തൂണില്ലാത്ത പന്തലാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് 10-ാം തീയതി ആകുമ്പം ഏകദേശം ഇവിടുത്തെ വർക്കുകളെല്ലാം ഏകദേശം ആവും. 4000 പേർക്ക് ഒരേ ടൈമിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അവരുടെ ഫ്ലോയിൽ കഴിച്ചു പോകുക എന്നുള്ള ബേസിൽ തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ബുദ്ധിമുട്ടുള്ള അവർക്ക് ഉണ്ടായിരുന്നില്ല. ഭക്ഷണപന്തലും കലവറയായാലും ഒരു ബുദ്ധിമുട്ടും സാങ്കേതികമായ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ടാപ്പ് ആയാലും ബാത്റൂം ഫെസിലിറ്റി ആയാലും എല്ലാം അതിൻ്റെ അരിയിൽ, വെള്ളമായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരാണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത്. കൈ കഴുകാൻ സദാസമയവും ജലലഭ്യതയുള്ള 200 ടാപ്പുകളും 20 ശുചിമുറികളും ഊട്ടുശാലയോടൊപ്പം സജ്ജമാക്കുന്നുണ്ട്. 40 തൊഴിലാളികളും സൂപ്പർവൈസർമാരും ചേർന്ന് 8 ദിവസമായി തുടരുന്ന നിർമ്മാണ പ്രവൃത്തികൾ 10-ാം തീയതിയോടെ പൂർത്തിയാകും. 13-ന് ഉച്ചതിരിഞ്ഞാണ് ഊട്ടുപുരയുടെ പാലുകാച്ചൽ. കലോത്സവ ദിനങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് 20,000 പേരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഊട്ടുപുരയുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. 4000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഊട്ടുപുര നിർമ്മാണം പൂർത്തിയാകുന്നത്. ഊട്ടുപുരയിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. പുതിയ കുടിവെള്ള പൈപ്പിടാനായി കുത്തിപ്പൊളിച്ചിട്ട മുക്കാട്ടുകാരനായരങ്ങാടി ബെത്ലഹേം സ്കൂൾ റോഡ് ജനങ്ങൾക്ക് ദുരിതമായി മാറുന്നു. റോഡിന്റെ നടുഭാഗം വെട്ടിപ്പൊളിച്ചതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. പീച്ചി ജലസംഭരണിയിൽ നിന്ന് തേക്കിൻകാട് മൈതാനിയിലെ കുടിവെള്ള വിതരണ ടാങ്കിലേക്ക് പുതിയ പൈപ്പ് സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ചിട്ട റോഡാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ശാപമായി മാറുന്നത്. മുക്കാട്ടുകര നായരങ്ങാടി മുതൽ ബദ്ലഹേം കോൺവെന്റ് വരെയുള്ള 200 മീറ്റർ റോഡിന്റെ നടുഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്. എന്നാൽ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും പൂർവ്വസ്ഥിതിയിലാക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. പ്രദേശമാകെ പൊടിശല്യവും രൂക്ഷമായി. പുതിയ കോർപ്പറേഷൻ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടും റോഡ് നന്നാക്കാനുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികളും വ്യാപാരികളും പറയുന്നു. മണ്ണുത്തി മുക്കാട്ടുകര റോഡും സമാന രീതിയിൽ വെട്ടിപ്പൊളിച്ചാണ് പൈപ്പിട്ടത്. ഇതുകാരണം ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. സമാന രീതിയിൽ മൈലിപ്പാടം ഈസ്റ്റ് പൈപ്പ് ലൈൻ റോഡും സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്നു കിടക്കുകയാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് കലോത്സവത്തിന് മുൻപെങ്കിലും പരിഹാരമുണ്ടാക്കാൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ ഭാഗത്ത് കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. 7 ആനകളാണ് ഉണ്ടായിരുന്നത്. ആനക്കൂട്ടം നിരവധി എണ്ണപ്പനകൾ ഒടിച്ചിട്ടു. പ്രദേശത്തെ ശിവക്ഷേത്രം ആക്രമിച്ച ആനകൾ തൊഴിലാളികൾ ഉപേക്ഷിച്ച ലയങ്ങൾ ആക്രമിക്കുകയായിരുന്നു. നിരന്തരം ആനശല്യം മൂലമാണ് തൊഴിലാളികൾ പ്ലാന്റേഷന്റെ താമസസ്ഥലം ഉപേക്ഷിച്ചു പോയത്. വേനൽക്കാലമാകുന്നതോടെ മേഖലയിൽ ആനശല്യം രൂക്ഷമാകുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി PS പ്രദീപ് കുമാറിന് നൂർജഹാൻ നവാസ് രാജിക്കത്ത് സമർപ്പിച്ചു. മറ്റത്തൂരിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയെയും തുടർന്നാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. KPCC നിർദ്ദേശിച്ച സമവായ ഫോർമുലയുടെ ഭാഗമായാണ് നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാൻ BJPയുടെ പിന്തുണയോടെ നേടിയ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം മാനിച്ചാണ് രാജി. പ്രസിഡന്റ് ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും KPCC നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രസിഡന്റ് ടെസി ജോസ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി തുടങ്ങിയവർക്കൊപ്പമാണ് നൂർജഹാൻ രാജിക്കത്ത് കൈമാറാനെത്തിയത്. ടിക്കറ്റ് വരുമാനത്തിൽ പുതിയ ചരിത്രം കുറിച്ച് KSRTC. ചരിത്രത്തിലാദ്യമായി ഒരു ദിവസത്തെ ആകെ വരുമാനം 13 കോടി രൂപ പിന്നിട്ടു. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം 13.01 കോടി രൂപയാണ് KSRTC നേടിയത്. ഈ നേട്ടത്തിൽ ജീവനക്കാരെയും മാനേജ്മെന്റിനെയും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അഭിനന്ദിച്ചു. ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെപ്പോഴാണ്, ചരിത്രത്തിൽ ഇത് ആദ്യമാണ് എന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ബലമാണ് ഈ നേട്ടമെന്നും അസാധ്യമായി ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ശ്വാസകോശാർബുദത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കും. മധ്യകേരളത്തിലെ ലീഗിന്റെ ജനകീയ മുഖമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. 4 തവണ MLAയും 2 തവണ മന്ത്രിയുമായിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃപ്രയാർ മേഖലാ സമ്മേളനം കാഞ്ഞാണിയിൽ നടന്നു. സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. COA മേഖലാ പ്രസിഡന്റ് TM റഹീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സിജോ കുണ്ടുകുളം, മേഖലാ സെക്രട്ടറി KR സുമേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി KR ആര്യമാവ്, ട്രഷറർ EL ടോണി, ജില്ലാ സെക്രട്ടറി P. ആന്റണി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ ട്രഷറർ CG ജോസ്, KCCL MD P. സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് EL ടോണി, സെക്രട്ടറി TM റഹീം, ട്രഷറർ PP ഓം പ്രകാശ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. തൃശൂർ KSRTC റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള കട്ടവിരിക്കൽ പൂർത്തിയായി. കലോത്സവത്തിന് മുൻപായി 12-ന് റോഡ് തുറന്നു നൽകും. കഴിഞ്ഞ ഒക്ടോബർ 10-നാണ് റോഡ് അടച്ചിട്ട് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. എന്നാൽ നവീകരണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഇതോടെ നിരവധി സമരപരിപാടികളും അരങ്ങേറി. പുതിയ കോർപ്പറേഷൻ ഭരണസമിതി അധികാരത്തിലെത്തിയതോടെ പണി വേഗത്തിലാക്കി. 6-ാം തീയതി റോഡ് തുറന്നു നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് നടപ്പായില്ല. മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരം.
ടോറസ് ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാക്കിർ, ബസ് യാത്രക്കാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ടോറസിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർ ഷാക്കീറിനെ ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്. മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ പുലർച്ചെ 1:30 അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കർണാടകയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത്താണി ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്നതിന് പകരം ബസ് വലത്തുഭാഗത്തു കൂടെ കുന്നംകുളം റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ സമയം കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന ടോറസ് ബസ്സിലിടിച്ചു. 50 മീറ്ററോളം ബസ്സിനെ തള്ളി നീക്കി സമീപത്തെ വീട്ടുമതിലും തകർത്തു. സമീപത്തെ 4 കടകളുടെ മുൻഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകരും ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകരും മുതുവട്ടൂർ രാജ ആശുപത്രിയിലും ഹയാത്ത് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ഇവരെ പിന്നീട് അമല ആശുപത്രിയിലേക്കും അശ്വിനി ആശുപത്രിയിലേക്കും മാറ്റി. ദിശ മാറി വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് അത്താണി ജംഗ്ഷനിൽ പതിവായിരിക്കുകയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലൂർ ആമ്പല്ലൂർ റോഡിലെ നായരങ്ങാടി മഠം റോഡിലായിരുന്നു സംഭവം. പൊറുത്തൂക്കാരൻ ജോസിന്റെ വീട്ടുമതിൽ അപകടത്തിൽ തകർന്നു. വരന്തരപ്പിള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണിത്. അപകടങ്ങൾ പതിവായതോടെ ഡ്രൈവർമാരുടെ ശ്രദ്ധയാകർഷിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിലെ VP തുരുത്തിൽ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നു. വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജല മോഷണം കണ്ടെത്തി. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്നും ശുദ്ധജലം ഊറ്റിയെടുത്ത് മണൽ കഴുകുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയത്. തേമാലിപ്പറമ്പിൽ സിനിൽ ഷാദിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് 80,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിർമ്മിച്ചാണ് കുടിവെള്ളം ഊറ്റിയെടുത്തിരുന്നത്. പ്രദേശത്തെ വീടുകളിൽ ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത്. പുഴയിൽ നിന്നും വാരിയെടുക്കുന്ന മണൽ കഴുകാനാണ് കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത്. ജലമോഷണം കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്ക് പിഴ ചുമത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭാഗത്ത് വെള്ളം കിട്ടില്ല എന്ന് കുറച്ച് നാളായിട്ടൊരു പരാതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില വീടുകളിൽ ഉപ്പുവെള്ളം കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈൻ ഒരു 75 mm PVC പൈപ്പിന്റെ ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് ഈ വീട്ടിലോട്ട് ഒരു കണക്ഷൻ, ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു 80,000 ലിറ്ററോളം വരുന്ന ഒരു ടാങ്ക് നിറച്ച് അതിൽ നിന്ന് മണൽ, പുഴയിൽ നിന്ന് ഉപ്പ് മണലെടുത്തിട്ട് വാഷ് ചെയ്ത് വിൽക്കുന്നതാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. നല്ലൊരു ഫൈൻ ഈടാക്കുന്നതായിരിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, റവന്യൂ ഓഫീസർ ജോബി, സീനിയർ പ്ലംബിംഗ് ഇൻസ്പെക്ടർ നാനാജി, ഓവർസിയർ സക്കീർ ഹുസൈൻ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് കുടിവെള്ള മോഷണം പിടികൂടിയത്. വർഷങ്ങളായി ഇവിടെ കുടിവെള്ളമൂറ്റൽ നടന്നുവരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാനും കൗൺസിലറും കൂടി പരാതി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ ഇവിടെ വന്ന് അന്വേഷിക്കും. മെയിൻ ആയിട്ടുള്ള പൈപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, ഇവിടുന്ന് പടിഞ്ഞാട്ടിലുള്ള സ്ഥലത്തേക്കൊക്കെ ഉപ്പോളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം ഇങ്ങനെ ചെയ്ത കാരണം ഉപ്പോളം കയറി വീട്ടുകളിലേക്ക്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 4 കടകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പടിഞ്ഞാറേ നടയിലെ ബാലാജി റെസ്റ്റോറന്റ്, മോഡേൺ ടീ സ്റ്റാൾ, സരസ്വതി കളക്ഷൻസ്, മഞ്ജുളാലിന് സമീപത്തെ ദേവകി ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. റെസ്റ്റോറന്റുകളിൽ നിന്ന് പഴകിയ ഇറച്ചി, കടലക്കറി എന്നിവയും കഴുകാതെ മുറിച്ചുവെച്ച സവാളയുമാണ് പിടിച്ചെടുത്തത്. സരസ്വതി കളക്ഷൻസിൽ നിന്ന് പഴകിയ കായ വറുത്തത് പിടിച്ചെടുത്തു. ദേവസ്വം പാഞ്ചജന്യം ഗസ്റ്റ് ഹൌസിലെ ഹോട്ടലായ പഴയിടം രുചിയിൽ നിന്ന് നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും പിടിച്ചെടുത്തു. പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തയിലേക്ക്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ വേല ഇന്ന് ആഘോഷിക്കുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശുഗപുരം രഞ്ജിത്തും സംഘവും അവതരിപ്പിച്ച തായമ്പക നടന്നു. ശീവേലിക്ക് ശേഷം രാത്രി 8:30 കളംപാട്ട് ആരംഭിച്ചു. രാത്രി 9 ഭഗവതിയുടെ എഴുന്നള്ളിപ്പുമുണ്ടായി. കോങ്ങാട് മധുവിന്റെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യം നടന്നു. രാത്രി 12:30 നായ്ക്കനാലിൽ പഞ്ചവാദ്യം അവസാനിക്കുമ്പോൾ കരിമരുന്ന് പ്രയോഗം നടക്കും. 12:45 നായ്ക്കനാലിൽ നിന്ന് ചെറുശ്ശേരി കുട്ടൻമാരാരുടെ പ്രമാണിത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് പുലർച്ചെ 2:30 ശ്രീമൂലസ്ഥാനത്ത് അവസാനിക്കും. തുടർന്ന് തിരുവമ്പാടി ശങ്കരംകുളങ്ങര ഭഗവതിമാരുടെ കോമരങ്ങൾ ശ്രീ വടക്കുംനാഥനെ പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് മടങ്ങും. മറ്റത്തൂർ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന വാരണാസി കാഴ്ചകളുടെ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ഒരു കൂട്ടം കലാകാരന്മാർ ക്യാമറയുമായി നടത്തിയ യാത്രയുടെ നേർചിത്രങ്ങൾ കോർത്തിണക്കിയാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. വാരാണസി തീരാക്കഥകളുടെ തുറന്ന പുസ്തകം എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫോട്ടോ പ്രദർശനം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ്. ഗംഗാ നദീതീരത്തെ പുലരികൾ, ഘാട്ടുകളിലെ അനുഷ്ഠാനങ്ങൾ, സന്യാസികളുടെ ജീവിതം, ഇടുങ്ങിയ വഴികളിൽ കണ്ട സാധാരണ മനുഷ്യരുടെ ജീവിതം എന്നിവയെ ആഴമുള്ള ദൃശ്യഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വാരാണസിയുടെ കാലാതിവർത്തിയായ സൗന്ദര്യവും ആത്മീയ താളവും ആസ്വാദകർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണി പുളിക്കൽ പറഞ്ഞു. വാരാണസിയുടെ ഒരു ചരിത്രവും അവിടുത്തെ ജീവിതവും മറ്റ് സാംസ്കാരിക ചിഹ്നങ്ങളും എല്ലാം കൂടെ ചേർന്ന് വാരാണസിയുടെ ഒരു സ്വഭാവത്തെ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെ പരമാവധി ആ ഒരു സ്ഥലത്തിന്റെ സ്വഭാവം കാഴ്ചക്കാരിലേക്ക് എങ്ങനെയാണ് സംക്രമിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സിബിഷനിലൂടെ. ഇപ്പൊ 12 പേരുടെ ചിത്രങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവര് നിരവധി നല്ല ചിത്രങ്ങൾ എടുക്കുകയുണ്ടായി. പക്ഷെ അത് തിരഞ്ഞെടുത്ത കുറെ ചിത്രങ്ങൾ, ഏതാണ്ട് 45ഓളം ചിത്രങ്ങളാണ് ഇവിടെ ഇന്ന് പ്രദർശനത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. പുലർച്ചെ മുതൽ സന്ധ്യ വരെയുള്ള ക്രമത്തിലാണ് ചിത്രങ്ങൾ വിന്യസിച്ചിട്ടുള്ളത്. 12 കലാകാരന്മാരുടെ 46 ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പ്രദർശനം ഈ മാസം അവസാനം സമാപിക്കും. TCV ന്യൂസ്, കൊടകര. തൃശൂർ പൂങ്കുന്നം റെയിൽവേ മേൽപ്പാലത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന പൂച്ചയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പൂച്ച കുടുങ്ങിക്കിടക്കുന്ന വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ AS അനിൽജിത്താണ് പൂച്ചയെ രക്ഷപ്പെടുത്തിയത്. ദിവസങ്ങളായി പട്ടിണി കിടന്നിരുന്ന പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയാണ് സംഘം മടങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. സംസ്ഥാന സിവിൽ സർവീസ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MV പ്രശാന്ത്, സെക്രട്ടറി S രാജേന്ദ്രൻ നായർ, ഹാർബിൻ C ലോനപ്പൻ, VC വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാവനയിലും വർണ്ണങ്ങളിലും വൈവിധ്യങ്ങൾ ആഘോഷമാക്കുന്ന ചിത്രങ്ങളുമായി രണമിഴി സ്പെക്ട്രം ഓഫ് വിഷൻസ് ചിത്രപ്രദർശനത്തിന് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. കൊരട്ടി മാമ്പ്ര സ്വദേശിയായ റെജി നാരായണന്റെ 21ാമത്തെ ചിത്രപ്രദർശനമാണ് രണമിഴി. 60ലേറെ അക്രിലിക് മ്യൂറൽ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതി, പരിസ്ഥിതി വിനാശം, സ്വാതന്ത്ര്യം, ഭാവിയിലെ യുദ്ധം, ലഹരിയുടെ ഭീഷണ ലോകം, കലാലയ രാഷ്ട്രീയം, അപ്രാപ്യമാകുന്ന നീതി, യോഗ, അധ്വാനത്തിന്റെ മൂല്യം, ഭാവിയുടെ പ്രകാശം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളിലുള്ള ചിത്രങ്ങൾ ആസ്വാദകരിൽ സമ്മിശ്ര വികാരങ്ങൾ സന്നിവേശിപ്പിക്കുന്നവയാണ്. സാധാരണക്കാർക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള, അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള പെയിന്റിങ്സുകളും കൂടി ഇവിടെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അക്രിലിക്കിലാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ നമ്മളിപ്പോൾ ഫ്യൂച്ചർ, പ്രസന്റ്, പാസ്റ്റ് എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ ഇതിൽ ഈ പെയിന്റിങ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്, ഇപ്പോൾ പ്രസന്റ് നടക്കുന്നത്, നമ്മുടെ ഇൻജസ്റ്റിസ്, ക്യാമ്പസ് രാഷ്ട്രീയം, പൊളിറ്റിക്സ്, ലഹരിയുടെ ദുരുപയോഗം, അങ്ങനെയുള്ള എല്ലാ കാര്യം, പിന്നെ പ്രതീക്ഷ, നാളത്തെ പ്രതീക്ഷ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സർക്കാർ സേവനത്തിൽ സ്വമേധയാ വിരമിച്ച് ചിത്രരചനയും ശില്പനിർമ്മാണവുമായി
സർഗാത്മകതയുടെ വേറിട്ട ചക്രവാളങ്ങൾ തേടുന്ന ഈ ചിത്രകാരൻ കേരളത്തിന് പുറത്ത് പ്രമുഖ ചിത്ര പ്രദർശനങ്ങളിലേക്കുള്ള അവസരമാണ് ലക്ഷ്യമിടുന്നത്. ഈ മാസം 12-ന് പ്രദർശനം സമാപിക്കും. ന്യൂസ് ഡെസ്ക് TCV. സംഗീത ആരാധനയിലൂടെ ഈശ്വര ദർശനം ലഭിച്ച പുണ്യാത്മാവാണ് ശ്രീ ത്യാഗരാജ സ്വാമികളെന്ന് പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ അനൂപ് ശങ്കർ പറഞ്ഞു. കേരള ബ്രാഹ്മണ സഭയും പാണ്ഡ്യ സമൂഹ മഠവും സംയുക്തമായി സംഘടിപ്പിച്ച ത്യാഗരാജ ആരാധന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അനൂപ് ശങ്കർ. ചടങ്ങിൽ കല്യാൺ ജ്വല്ലേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേഷ് കല്യാൺ രാമൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ TK ദേവനാരായണൻ, NR പരമേശ്വരൻ, S ശിവരാമകൃഷ്ണൻ, TR ഹരിഹരൻ, KR ജയരാമൻ, TS വിശ്വനാഥ അയ്യർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ 15 ദിവസമായി അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം അടിയന്തരമായി പരിഹരിക്കണമെന്ന് BJP കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. BJP തൃശൂർ കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് C മേനോൻ, കൌൺസിലർമാരായ പൂർണിമ സുരേഷ്, വിൻഷി അരുൺകുമാർ, വിനോദ് കൃഷ്ണ, മുംതാസ് ചിഞ്ചു, പത്മിനി ഷാജി, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ എന്നിവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു. ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട സോൾവൻ റോഡ് സ്വദേശി തെക്കേ തലയ്ക്കൽ വീട്ടിൽ അഭിഗോപിയെയാണ് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 16.70 ഗ്രാം ഹാഷിഷ് ഓയിലും 10 ഗ്രാം കഞ്ചാവും പിടികൂടി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,795 രൂപ, പവന് 1,01,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തി. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വെയ്യൂർ പോലീസ് കേസെടുത്തു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 2ാം വാരത്തിലെന്ന സൂചന. തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തിയേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തയാഴ്ച കേരളത്തിലെത്തും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. കത്തിനശിച്ച ഇരുചക്ര വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേയുടെ നീക്കം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഊട്ടുപുരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സജ്ജമാകുന്നത് 4000 പേർക്ക് ഒരേ സമയം കഴിക്കാനാകുന്ന ഭക്ഷണശാല. ജനങ്ങൾക്ക് ദുരിതമായി മുക്കാട്ടുകര നായരങ്ങാടി ബെത്ലഹേം റോഡ്. പൈപ്പ് ലൈനിടാൻ റോഡിന്റെ മധ്യഭാഗം വെട്ടിപ്പൊളിച്ചതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. വെറ്റിലപ്പാറയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് രാജിവെച്ചു. KPCCയുടെ ഇടപെടലിനെ തുടർന്നാണ് രാജി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.